ഹലോ, നമസ്കാരം. എൻ്റെ എല്ലാ വീഡിയോകളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഒരു അഭിവാദനം ആദ്യമായിട്ട് ഞാൻ നേരുന്നു. ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോവർ ആവുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ, ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൂടുന്നുവെങ്കിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് നിരവധി ചാരിറ്റി പ്രവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം സ്വന്തമായിട്ട് ഒരു തൊഴിലില്ല. ഉള്ള തൊഴിലെന്ന് പറഞ്ഞ കലാപരമായിട്ടുള്ള കുറച്ച് കഴിവുകളാണ്. ആ കഴിവുകൾ പെർഫോമൻസ് ചെയ്തു മറ്റു ചില സാമൂഹ്യപരമായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നല്ല പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച് അങ്ങനെ ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബും എൻ്റെ ഫേസ്ബുക്കും ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുമെങ്കിൽ, സമൂഹത്തിലെ ഒരു നേരത്തെ അന്നമാർഗത്തിന് പോലും നിർവാഹമില്ലാതെ, ഒരു നേരത്തെ മരുന്നിൻ്റെ മാർഗത്തിന് പോലും നിർവാഹമില്ലാതെ ജീവിതത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾക്കൊരു കൈ കൊടുക്കാൻ എനിക്ക് സാധിക്കും. സ്വന്തമായിട്ടൊരു കഴിവുണ്ട്, പാടാനുള്ളൊരു കഴിവ്. അത് തെരുവോരത്തിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം യാത്രാക്കൂലിക്ക് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ബാക്കി വരുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പദ്ധതി ഈ അടുത്ത ദിവസത്തിൽ ഞാൻ ആരംഭിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ കളങ്ങളും ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ ഈ വീഡിയോ വരാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ദൈവം തമ്പുരാനായിട്ടൊരു ആലോചന തന്നതാണ്. അതായത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ഈ അച്ചായൻ ഗോൾഡ്, ടോണി അച്ചായൻസ് ഗോൾഡ് ആ പ്രസ്ഥാനത്തിന് ഞാൻ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ചായൻ പ്രത്യേകിച്ച് ആ ബോക്സ് എനിക്ക് തന്നതുകൊണ്ടാണ് ഇങ്ങനെ പാടാനൊക്കെ എനിക്ക് പറ്റുന്നത്. എനിക്കത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് ആ ഉപകരണം വളരെയധികം ഉപകാരപ്പെടുന്നു. തെരുവോരങ്ങളിൽ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് അത് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രസംഗിക്കുന്നവർക്കായാലും പാടുന്നവർക്കായാലും അത് നിരവധിയായിട്ട് പ്രയോജനപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ട് സാരാംശം, ആ ബോക്സ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം 1 വർഷമായപ്പോഴത്തേന് അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയായിരുന്നു. അപ്പം ഇതിനെ കടയിൽ കൊണ്ടുപോയി ഒന്ന് കൊടുത്ത് നന്നാക്കി എടുക്കാനായിട്ട് ഞാനവിടെ കടകളിൽ തിരക്കിയപ്പോൾ ഭയങ്കരമായിരിക്കുന്ന പൈസ കാര്യങ്ങളൊക്കെയാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ അത് കൊടുക്കാൻ നിർവാഹമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അബൂജ കമ്പനി തന്നെ നേരിട്ട് ഇടപെട്ട് ഒരു 1 ഇയർ വാറണ്ടി ഉണ്ട്, ആ വാറണ്ടിക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങളത് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുത്തു. 7-9 മാസക്കാലമോളം അവരുടെ കസ്റ്റഡിയിലിരുന്ന ആ സാധനം. എന്നിട്ട് അവരെനിക്ക് നന്നാക്കി തന്നില്ല. അവസാനം ഞാനത് നന്നാക്കി എടുത്തു. അതായത് നമ്മുടെ ഒരു നിർവാഹമില്ല വന്നു, ഞാൻ തന്നെ പട്ടിണിയായി പോകുന്ന അനുഭവങ്ങൾ വരെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സമയങ്ങളിൽ ഞാൻ ദൈവം തമ്പുരാനോട് ശരിക്കും പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി ഇടപെട്ട ഒരു വ്യക്തി ജീവിതത്തോട് വലിയൊരു നന്ദിയും കടപ്പാടും എനിക്ക് രേഖപ്പെടുത്താനുണ്ട്. അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അതായത് IPCയിലെ ഒരു പ്രമുഖനായിരിക്കുന്ന ഒരു പ്രാസംഗ്യൻ, ഒരു പാസ്റ്റർ എനിക്ക് ഒരു 2500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തതെന്ന്, ആ പൈസ കൊണ്ട് കൊടുത്താണ് ഞാൻ പിന്നെ ഈ ബോക്സ് റെഡിയാക്കാൻ ഇടയായിത്തന്നത്. ആ ദൈവദാസൻ അല്ലെങ്കിൽ ആ ദൈവഹൃദ്യൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള 1000 നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അച്ചായൻസ് ഗോൾഡിനോടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തിയിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് മീറ്റിങ്സുകൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി സ്പോൺസർ ചെയ്യാൻ കഴിവുള്ളവർ എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടണം. എല്ലാ ഞായറാഴ്ച ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഈ സംഗീത ലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിൽ കൂടുതലും ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു.
അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും പിടിയിൽ അകപ്പെട്ട് രക്ഷപ്രാപിക്കാൻ കഴിയാത്തവർക്കുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മദ്യപാനത്തിനൊക്കെ ആഡിക്റ്റായിപ്പോയ വ്യക്തി ജീവിതങ്ങളെ നല്ല നല്ല സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി വിട്ട് അവർക്ക് വേണ്ടതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്യാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ, അതായത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കുക, രാവിലെയും വൈകുന്നേര സമയങ്ങളിൽ, ഈവനിങ് ടൈമിലും രാവിലെ സമയത്ത് ഉച്ചയ്ക്ക് സമയത്ത് അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിരാലംബരായി കഴിഞ്ഞുകൂടുന്നവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊടുത്ത് അവരെ കൈത്താങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിന് സാമ്പത്തികമില്ലാതെ വളരെയധികം ഭാരപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സ്ഥിതിയിൽ നിന്ന് ഒരു സ്പോൺസർമാർ വരണം, സഹായിക്കണം. ഈ പ്രോജക്റ്റുകൾ മുമ്പോട്ട് കടന്നു പോകണം. അതിന് നിങ്ങളുടേതായ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും അതുപോലെ തന്നെ സഹായങ്ങളും ഞങ്ങളിലേക്ക് എത്തിച്ച് ഈ പരിപാടി വൻപിച്ച വിജയകരമാകുന്ന നിലവാരത്തിൽ ആക്കി തീർക്കാൻ വേണ്ടി നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ പൊതുവേദികളിൽ പ്രസംഗിച്ചും പാടിയും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരം, അഗതികൾക്ക് ആഹാരം, മരുന്നില്ലാത്തവർക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊടുത്ത് സഹായിക്കുക. കുടുംബങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തതായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം അവർക്ക് കൈത്താങ്ങി പ്രാർത്ഥിക്കുക, അവരെ സഹായിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഈ വക ഒട്ടനവധി നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ നിങ്ങളുടേതായ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം നമുക്ക് ദൈവമായിട്ട് തന്നതായ കഴിവുകളൊക്കെ ലോകത്തിന് വേണ്ടി, ലോകത്തിലെ ജനതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി നശിച്ചു പോകുന്ന ഒരു പറ്റം വ്യക്തിജീവിതങ്ങളെ നിത്യതയിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുവാൻ നേരിലും സത്യത്തിലും അമ്മയപ്പന്മാരെ അനുസരിച്ചും കള്ളത്തരത്തിനും ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാതെ സത്യസന്ധമാകുന്ന ഒരു ജീവിതത്തിൻ്റെ നടുവിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുവാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് സലീം കൈനഗിരി എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പലർക്കും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് പേര് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ഞാൻ പാടുന്ന ആളാണ്. ദാസേട്ടനെ പ്രണയിച്ച് ജീവിച്ച ഒരു വ്യക്തിജീവിതമാണ്. എൻ്റെ ബാല്യം മുതൽ ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഞാൻ കൂടുതലും പാടിക്കൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ദൈവം കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ഥാനം ഞാൻ എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിജീവിതമാണ് KJ യേശുദാസ് എന്ന് പറയുന്ന മകൻ വ്യക്തി. ആ ദാസേട്ടൻ്റെ പാട്ട് കേട്ടാണ് ഞാനൊരു പാട്ടുകാരനും ആയിട്ടുള്ളത്. അപ്പം ആ ദാസേട്ടനെ മനസ്സിൽ ധ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുന്നു. ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവമായി ജീവിതത്തിൽ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഒറ്റപ്പെടലിൻ്റെ നടുവിലും വേദനയുടെ നടുവിലുമല്ല ദൈവം എത്രത്തോളം നടത്തിക്കൊണ്ടേയിരുന്നു. തിരുവല്ലയിലുള്ള ഒരു ദൈവദാസനാണ് എനിക്ക് ഈ ബോക്സ് റെഡിയാക്കി തന്നത്. അദ്ദേഹം ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ പോകുന്നൊരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. IPCയുടെ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഒരു പ്രഗത്ഭനായ ദൈവദാസനാണ്. ആ ദൈവദാസനാണ് എനിക്കൊരു 2500 എന്നെ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം എനിക്ക് എൻ്റെ വാട്സപ്പ് ഇതിൽ ഗൂഗിൾ പേയിൽ അയച്ചു തന്ന് അങ്ങനെ ഈ സെറ്റ് റെഡിയാക്കി എടുത്താണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ സെറ്റ് കേടായി പോകാൻ എലി വന്ന് അതിൻ്റെ അകത്തുള്ള വയറുകളെല്ലാം കണ്ടിച്ച് കളഞ്ഞു. അതും ഞാൻ പിന്നെ വീണ്ടും കൊണ്ടുചെന്ന് എല്ലാം ഒട്ടിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ആ ബോക്സ് ഇങ്ങനെ പ്രവർത്തിപ്പാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ദൈവം തന്ന ഈ ആയുസ് മുഴുവനും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഒത്തിരി സഹപ്രവർത്തകരുണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ.
അവരെല്ലാം നമ്മളെ വിട്ട് പല പല സംഘടനകളിലേക്ക് പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോയി പ്രോഗ്രാം നടത്തുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്നത്തെ ഈവനിങ്ങിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടില്ല. കാരണം 1-2 പ്രോഗ്രാംസ് വേറെ ഉള്ളതുകൊണ്ട് അടുത്ത ഞായറാഴ്ച തൊട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങും. അത് ഇടദിവസങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകും. അതായത് നമ്മൾ ബോക്സൊക്കെ ആയിട്ട് ഓട്ടോ പിടിച്ചൊക്കെ പോകണം, ജോലിക്ക് ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അതുപോലെ തന്നെ തിരിച്ചു വരണം. അപ്പോൾ അതിനുള്ളതായ എക്സ്പെൻസും കാര്യങ്ങളൊന്നും കണ്ടെത്താനാണ്. രോഗാവസ്ഥയിൽ നിന്നും ദൈവത്തിനെ കണ്ടെത്തി ദൈവം ചില ഭേദഗതി വരുത്തി തന്നു. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ മഹത്തായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ തക്കവണ്ണം നിങ്ങളുടേതായ വിലപ്പെട്ടതായിരിക്കുന്ന സമയങ്ങളും സാവകാശങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നന്മകളും ഒക്കെ ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി.